ഞാനിപ്പോൾ ഒരു പേപ്പർ ന്യൂസ് പേപ്പർ എടുത്തേക്കണതാണ്. ഞാനൊരു ലഡുവാണ് ഉണ്ടാക്കാൻ പോണത്, പേപ്പർ വെച്ചിട്ട്, ക്രാഫ്റ്റ് പേപ്പർ. അപ്പോൾ ഈ ആദ്യം ന്യൂസ് പേപ്പർ എടുത്ത് നമ്മൾ ഇങ്ങനെ ചുരുട്ടണം ഉണ്ടാവുമല്ലേ. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കണം. ഈ പേപ്പറിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ ഈ അറ്റത്തൊക്കെ ഫെവിക്കോളാണ് ഞാൻ ഉപയോഗിക്കണത്. അറ്റത്തൊക്കെ നമ്മൾ ഗമ്മ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടേക്ക് എടുക്കണം. ഇങ്ങനെ ഉണ്ട പോലെ നമുക്ക് ബോൾ ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ളിങ്ങനെ ഇതിൻ്റെ പുറത്ത് പശ തേച്ച് കൊടുക്കണം. 1 മിനിറ്റ്. അതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു കടലാസ് പേപ്പർ എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ വെട്ടണം. വെട്ടിയിട്ട് നമ്മിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചുരുട്ടി ഇങ്ങനത്തെ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. ഇങ്ങനെ ചുരുട്ടി ചെറിയ കഷ്ണം പേപ്പർ ഇങ്ങനെ ആക്കി ചുരുട്ടി വെക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഈ ബോളിൻ്റെ പുറത്ത് നമ്മൾ ഒരു വശത്ത് പശ തേക്കണം. ആദ്യം ഇങ്ങനെ പുരട്ടണം. പശ തേച്ചിട്ട് ആദ്യം ഈ വശം നമുക്കൊന്ന് മുക്കണം. ഇങ്ങനൊട്ടി കുറച്ചാകും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്തും കുറച്ച് കമ്മ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെടുത്ത് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ പറ്റാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമുണ്ട്. അപ്പോൾ ഗമ്മൊന്ന് ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനിത് നേരത്തെ ഇങ്ങനെ ഒട്ടിച്ച് കുറച്ച് ഉണങ്ങി, ഇങ്ങനെ എല്ലാം ഉണങ്ങിയ സമയത്ത് ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുത്ത് അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പോലെ ആകും, ലഡു ഇരിക്കണ പോലെ. പിന്നെ നമ്മൾ ഒരു മാർക്കർ പെൻ എടുക്കുക, ഒരു മുന്തിരിയുടെ ഡിസൈൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ഡോട്ട് പോലെ, ഒരു മുന്തിരി ഇരിക്കണ പോലെ. അപ്പോൾ ലഡുവായി. ഓക്കെ, ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് പിന്നെ പോകില്ല, പശ വെച്ച് നല്ല ഇതായിട്ടിരിക്കും. അപ്പം ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കാണിച്ചു തരാം. ഇതാണ് ലഡു. അതുപോലെ യെല്ലോ പേപ്പർ വെച്ച് യെല്ലോ വെച്ച് ഉണ്ടാക്കിയത് ഉണ്ട്. അതുപോലെ ഓറഞ്ച് ലഡു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.